ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പൂവടയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പൂവട ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു 2-3 വീതം പൊടി ചേർത്തിട്ടാണ് പൂവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റുള്ളൊരു പൂവട തന്നെയാക്കാറ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ഒന്ന് ചിരകി എടുക്കണം. അപ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ചിരകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ലതാണ്. നമ്മൾ തേങ്ങയിലിട്ട് കുഴക്കുമ്പോൾ അത് നല്ലതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പൊടിച്ച് കൊണ്ടേക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ശർക്കര കത്തിയോണ്ട് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചിരകി എടുക്കണം കേട്ടോ. അതുപോലെ അങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ അവിടെ ദാ ശർക്കരയും ചിരകി എടുത്തിട്ടുണ്ട്, തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചിട്ട് എല്ലാം നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം അത് ഒന്നങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. നമുക്ക് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊടി കുറച്ച് ഞാനിങ്ങനെ കണക്കിലൊന്നല്ല വെള്ളം വെച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ആദ്യം ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിന് നമുക്ക് കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടി ഉണ്ടാവും. പിന്നെ അതേപോലെ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വേണ്ടത് അരിപ്പൊടി വേണ്ട കേട്ടോ. അരിപ്പൊടി 1 ഗ്ലാസ്, ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ അരിപ്പൊടി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്ക് വാട്ടണ പോലെ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കൊന്നും വേണ്ട. ഒന്നിങ്ങോട്ട് വെള്ളത്തിലിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി ഒന്ന് വാട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ പൊടി നല്ലോണം കുഴക്കണ്ട. കുഴക്കണോടത്താണ് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്. കാരണം കുഴച്ചെടുത്താലുള്ളൂ നമ്മൾ ആ പൂവട നല്ല ഒരു ടേസ്റ്റും അതേപോലെ നല്ല ഒരു സോഫ്റ്റും ഒക്കെ കിട്ടുള്ളൂ. നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് അതുപോലെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമന്ന് ഓരോ ഉരുളയൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പം വേണ്ടു വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉരുട്ടിയിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ അതവിടെയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പരത്തി എടുത്തത് ഞാൻ പലകമ്മയൊന്നും ആണ് അന്ന് പരത്തി എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചിലാണ് കേട്ടോ. അച്ചിൽ ഉണ്ടാക്കുമ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതേപോലത്തെ ഒരു അച്ചിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് അമർത്തി കൊടുത്താൽ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബാക്കി വരുന്ന മാവ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമുക്ക് ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പൂവട തന്നെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ അങ്ങോട്ട് അമർത്തി എടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മളെ പൂവട ഉണ്ടാക്കലൊക്കെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂവടയൊക്കെ ഉണ്ടാക്കി എണ്ണയൊക്കെ ഞാൻ ആദ്യം തന്നെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അരിപ്പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ അരിപ്പൊടിയും ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയും ചേർന്നാലുള്ളൂ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ് ആയിട്ടുണ്ട്. അങ്ങനെ പൂവട അതാ എല്ലാം പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റുമാണ്, അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പൂവട ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവരും ഈ ഒരു 3 പൊടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ ആ ബാക്കി വന്നിട്ടുള്ള മാവുണ്ടല്ലോ, നമ്മൾ അച്ചിൽ അമർത്തുമ്പോൾ ബാക്കി വരുന്ന മാവ് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാൻ. നമുക്ക് ഇതുപോലെ അങ്ങോട്ട് നമ്മൾ 6 നമ്പറൊക്കെ ഉണ്ടാക്കണം അതുപോലെ ഒന്നങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് എണ്ണയിലിട്ട് കണ്ട് ഒന്നങ്ങോട്ട് പൊരിച്ച് പോരാം കേട്ടോ. എന്നാലും നമുക്ക് നല്ല രസമാണ്. കാരണം ചായക്കൊക്കെ പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ, വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ നമ്മളെ ബാക്കിയുള്ള എണ്ണയ്ക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊരിച്ച് പോരാം. ഇപ്പം നമുക്ക് എന്താ 6 നമ്പറും ആയി, അതേപോലെ തന്നെ നമുക്ക് പൂവടി ആയിട്ടോ. ആ ഒരു മാവ് കൊണ്ട് കണ്ടില്ലേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.